ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ എങ്ങോട്ടുമില്ല കേട്ടോ. നമ്മൾ ചെറുപുഴ എത്തേണ്ട പരപ്പയിൽ പോകുന്ന അവിടെ നമ്മുടെ സൈനുവിൻ്റെ പുതിയ വീടിൻ്റെ ഫങ്ഷനാണ് കേട്ടോ. അപ്പോൾ ആ ഫങ്ഷനിലേക്ക് നമ്മൾ പോവാന്നേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3 മണിയായി. അപ്പോൾ തലേ ദിവസമേ അജി വിളിച്ചിട്ട് ചോദിച്ചിട്ടിങ്ങനെ എപ്പോഴാണ് എത്തുക, എത്ര മണിക്ക് എത്തുക എന്നല്ല, ഇങ്ങനെ നമ്മൾ സമയമെല്ലാം ഡിസ്കസ് എല്ലാം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഞാനൊരു 2:45 സമയമാകുമ്പോഴേക്കും കരുവഞ്ചാൽ എത്താമെന്നിങ്ങനെ പറഞ്ഞിനി. അപ്പോൾ പിറ്റേ ദിവസം വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 2:45 ആകുമ്പോൾ എന്നെ വിളിച്ചാണ്, ഞാൻ കരിഞ്ഞാലുണ്ട്, നീ എവിടെയാണെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ സോറി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, ഒരു 3 മണിയെല്ലാം ആവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു. അതെയാ, ഞാനെവിടെ നിൽക്കണ്ടേന്ന് ഓള് ചോദിച്ചു. അപ്പോൾ കുറേ സുഹൃത്തുക്കൾക്ക് അറിയായിരിക്കും കരുവഞ്ചാലിൽ നമ്മളെ ആനയുള്ള സ്ഥലമുണ്ടല്ലോ. ഓളോട് പറഞ്ഞു, അടുത്ത ബസ് സ്റ്റാൻഡിൽ നീ എന്നെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വരുന്നവരെ ഓളോട് വെയിറ്റ് ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ എന്നെ ഒറ്റക്കാക്കിയിട്ട് ഓക്ക് പോകാനും പറ്റില്ല, ഓക്ക് ഒറ്റയ്ക്ക് പോകാനും കഴിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ ഞാനൊരു 3:10 ആയപ്പോൾ ആടെ എത്തി. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല ഗൈസ്, ആടെ എത്തി. പെട്ടെന്ന് സ്കൂട്ടിയുടെ പുറകെ കയറിയിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, സൈനുവിൻ്റെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ആടെ എത്തി അങ്ങ് ചെല്ലുമ്പോൾ കൂടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിനെ. അപ്പോൾ ഓനിങ്ങനെ പറയുന്നുണ്ട്, എടാ എൻ്റെ പേഴ്സ് എടുക്കാൻ മറന്നു പോയല്ലോ, എന്താ ചെയ്യാന്നെല്ലാം ഓനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നമുക്കതെല്ലാം റെഡിയാക്കാമെന്നെല്ലാം പറഞ്ഞു. നമ്മൾ പിന്നെ സമയം കളഞ്ഞില്ല. പിന്നെ അവളുടെ വീട്ടിലെത്തി. ആടെ ചെന്നപാട് സൈനു നമുക്ക് നല്ല ചൂട് പാലും ചായയും കുറേ ബേക്കറി ഐറ്റംസ് എല്ലാം കൊണ്ടുവച്ച് തന്നു. കഴിച്ചു, വയറ് നിറച്ചും കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വയറ് നിറച്ചും കഴിച്ചു. ഇങ്ങനെ വീടൊക്കെ കണ്ടു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഏകദേശം ഒരു 6:15 കഴിഞ്ഞു കേട്ടോ. 6:15 കഴിയുമ്പോഴത്തേക്ക് ഓള് പറഞ്ഞു, നമുക്കെന്നാൽ ഫുഡ് കഴിക്കാം, എല്ലാവർക്കും പോകേണ്ടതല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല, നമ്മൾ കൈയും കഴുകി ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സൈനബ. സൈനു എല്ലാവർക്കും ഫുഡ് വിളമ്പി തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇസ്മയിൽ ഗ്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് വെള്ളമെല്ലാം കൊണ്ട് തന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം കൂടെ വർത്തമാനം പറഞ്ഞു. കാരണം കൂടുതൽ സമയം നമുക്ക് വർത്തമാനം പറയാനില്ലായിരുന്നു. കാരണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണമല്ലോ. ഒരു 6:30-6:45 സമയമാകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇരുട്ടായിരുന്നു കേട്ടോ. ഇരുട്ടെന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമയം കളയാനില്ലല്ലോ, നമുക്ക് റിട്ടേൺ വീട്ടിലെത്തണമല്ലോ. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, വർത്തമാനമെല്ലാം പറഞ്ഞ് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നമ്മൾ സൈനുവിനോട് യാത്രയും പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളിങ്ങനെ റിട്ടേൺ വരുമ്പോൾ ഭയങ്കര പാട്ട് കച്ചേരി ആയിരുന്നു കേട്ടോ. നമ്മൾ വണ്ടിക്കകത്ത് നിന്ന് ഭയങ്കര ഗാനമേളയായിരുന്നു ഗൈസ്. പാട്ടൊക്കെ പാടി പറന്ന് നമ്മളിങ്ങനെ വന്നു. പിന്നെ നേരെ എന്നെ കരുവഞ്ചാൽ കൊണ്ട് ചാടിച്ചു ഗൈസ്. കരുവഞ്ചാൽ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു കുഞ്ഞു വീഡിയോ കൂടി എടുത്തു. കരുവഞ്ചാൽ അങ്ങനെ എത്തി. പിന്നെ ഓള് എന്താ പറയണ്ടേ, ഓളുടെ വീട്ടിലേക്കും പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും വന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. പിള്ളേർക്ക് മുട്ടയൊക്കെ വാങ്ങി, പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനമെല്ലാം മേടിച്ചു. പിറ്റേ ദിവസത്തേക്ക് ചായക്ക് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും കടി വേണമല്ലോ, അങ്ങനെ കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഒരു 7:45 സമയം ഞാൻ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ ടാറ്റാ.